പുഷ്പ 2വിന്റെ പ്രമോഷന് വേണ്ടി ചെയ്ത കളി കൈവിട്ടുപോയതോ അതോ രാഷ്ട്രീയ പകവിട്ടലോ അല്ലെങ്കിൽ മെഗാ കുടുംബത്തിലെ പ്രൊഫഷണൽ ജലസിയോ? ഫേമസ് ആക്ടറായ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് എന്തിന്? 5 മിനിറ്റിൽ നമുക്കിത് പരിശോധിക്കാം. എല്ലാവർക്കുമുള്ള ഈ സംശയം എനിക്കുമുണ്ടായിരുന്നു. ഇതൊരു ഫിലിം പ്രൊമോഷന് വേണ്ടിയുള്ള ഡ്രാമയാണോ എന്ന്. സംഭവം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിലും ചെറുതായി ഒന്ന് കൈവിട്ടുപോയി. സംഭവം ഡിസംബർ 4. അല്ലു അർജുന്റെ ഓഫീസിൽ നിന്ന് സന്ധ്യ തിയേറ്ററിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പ്രീമിയം ഷോയ്ക്ക് വേണ്ടി പെർമിഷൻ മൂവ് ചെയ്യുന്നു. പോലീസ് അന്വേഷണത്തിന് ശേഷം സന്ധ്യ തിയേറ്ററിലെ സ്ഥലപരിമിതി കണക്കിലെടുത്ത് പെർമിഷൻ നിഷേധിക്കുന്നു. അല്ലു അർജുന്റെ മാനേജറായ ആന്റണി ജോസഫും 50ഓളം ബോഡി ഗാർഡും കൂടി തിയേറ്ററിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് തിയേറ്റർ വരെ റോഡ് ഷോ നടത്തി തിയേറ്ററിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. സംഭവം പോലീസിനോടുള്ള റിവഞ്ചും കട്ട ഹീറോയിസവും ആയിരുന്നെങ്കിലും മെട്രോയിൽ പോകാൻ വന്നവരും റേഷൻ പീടികയിൽ അരി, പഞ്ചസാര, മണ്ണെണ്ണ വാങ്ങാൻ വന്നവരടക്കം എല്ലാവരും തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്നു. പോലീസിനും ബോഡി ഗാർഡിനും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധം സിറ്റുവേഷൻ മോശമാകുന്നു. രേവതി എന്ന സ്ത്രീ മരിക്കുകയും 10 വയസ്സ് പ്രായമുള്ള മകൻ ഗുരുതര പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. പെർമിഷനില്ലാതെ റോഡ് ഷോ നടത്തിയതിനും പ്രൈവറ്റ് ബോഡി ഗാർഡ് ജനങ്ങളെ കയ്യേറ്റം ചെയ്തതിനും അല്ലു അർജുനെതിരെ പോലീസ് കേസെടുക്കുന്നു. ഇത്രയും പൊളിറ്റിക്കലി പവർഫുൾ ആയ അല്ലു അർജുന് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിനു പിറകിൽ ഹൈലി ഇൻഫ്ലുവൻസ് ആയ പവൻ കല്യാണും രാം ചരൺ തേജയെ പോലെയുള്ള ആളുകളുടെ ചരടുവലി നാം കാണാതെ പോകരുത്. പണ്ടുമുതലേ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു വരുന്ന രാം ചരൺ തേജയും അല്ലു അർജുനുമായുള്ള പ്രൊഫഷണൽ പോര് ഈ സംഭവത്തോടുകൂടി മുറുകുന്നു. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലു അർജുന്റെ അഡ്വക്കേറ്റ് ഒരുപാട് വാദങ്ങൾ ഉയർത്തിയെങ്കിലും ക്യാമറ ഫുട്ടേജിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തതിൽ അല്ലു അർജുന് ഒരു ഉത്തരങ്ങളും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ കൊലപാതകത്തിനും വിപ്ലവങ്ങൾക്കും വേദിയായിട്ടുള്ള തെലങ്കാന എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇത്ര പെട്ടെന്ന് തെലങ്കാന നിയമസഭയിൽ രേവത് റെഡ്ഡി ഉന്നയിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്ന തെലങ്കാന തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. സ്വന്തം അമ്മാവൻ പവൻ കല്യാൺ മത്സരിച്ചിട്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അല്ലു അർജുൻ എതിർ പാർട്ടി നേതാവും സുഹൃത്തുമായ രവികിഷോർ റെഡ്ഡിക്കു വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നു. YSR പാർട്ടി നേതാവ് രവികുമാർ റെഡ്ഡിയും തെലങ്കാന ചീഫ് മിനിസ്റ്റർ രേവത് റെഡ്ഡിയുമായുള്ള രാഷ്ട്രീയ പോരിന്റെ പകവീട്ടലാണോ അല്ലു അർജുന്റെ അറസ്റ്റ് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. ഒരുപക്ഷെ മെഗാ ഫാമിലിയുടെ ഒരു ലക്ഷറിയസ് വിരുന്നിൽ ഇതെല്ലാം ഒത്തുതീർപ്പാക്കും വിധം ഡീലുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, മാധ്യമങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് ഈ വിഷയത്തെ പറ്റിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുമ്പോൾ, ഇതൊന്നും അറിയാതെ ആരാധകർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ 10 വയസ്സുകാരന്റെ ആരോഗ്യത്തിനും ജീവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അനിക സുമേഷ്. Be careful and be happy. Okay, let's go.